സാറിൻ്റെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സാറിൻ്റെ കരിയറിൽ സാർ വരുത്തിയിട്ടുള്ള വലിയൊരു മിസ്റ്റേക്ക് എന്തായിരിക്കും? ഏത് സ്റ്റാർട്ടിങ് സമയത്ത്? ഇനീഷ്യലി ഓഫ് കോഴ്സ് നമ്മൾ മണി ഓറിയൻറ്റഡ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജോലിക്കൊന്നും പോകണ്ട, നമുക്ക് വലിയ രീതിയിൽ മെനക്കെടില്ലാതെ ഇൻകം ഉണ്ടാക്കണം അല്ലെങ്കിൽ പ്രോഫിറ്റ്സ് ജനറേറ്റ് ചെയ്യണം. നമ്മൾ മണി ഓറിയൻറ്റഡ് ആയിരുന്നു. ഓപ്പണായിട്ട് തന്നെ പറയാം, മണി ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. ആദ്യത്തെ 1-2 വർഷം നമ്മൾ അത് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റൺ ചെയ്തിരുന്നത്. ഈ പ്രോസസ്സിനെ പറ്റിയിട്ട് നമുക്ക് യാതൊരുവിധ ഇല്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അത്ര കോഷ്യസും അല്ല നമുക്ക്. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു, ബിനോയിൻ്റെ അണ്ടറിലായിരുന്നു ആദ്യത്തെ കുറച്ച് കാലം ഉണ്ടായിരുന്നത്. പുള്ളിയുടെ കൂടെ ട്രേഡ് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസിന്റെ ഒരു ഷാഡോ ഉണ്ട്, ഞാനത് അറിഞ്ഞിരുന്നില്ല. പുള്ളിയുടെ കൂടെ ചെയ്യുമ്പോൾ അത് ഈസി ആയിരുന്നു. പുള്ളിയുടെ കൂടെ ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഈസി ആയിരുന്നു. ഞങ്ങൾ മന്ത്ലി നല്ലൊരു ഇത് ജനറേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ രീതിയിലൊക്കെ ആയിരുന്നു പോയിരുന്നത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ഞാൻ സ്വന്തമായിട്ട് വന്നപ്പോൾ ഓക്കെ, മിസ്റ്റേക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. നമ്മളത്തെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, ഒന്നിനും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു ട്രേഡ് എടുക്കണമെങ്കിൽ നമ്മൾ പറയുന്നത് നമ്മളെ സ്ട്രാറ്റജി ആയിരിക്കണം. വർക്ക് ചെയ്യുന്നൊരു രീതിയിലുള്ള ഒരു സാധനം നമ്മുടെ അടുത്ത് മാർക്കറ്റിൽ ഉണ്ടാവണം, അതിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ അന്ന് എനിക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ല. അപ്പോഴും നമ്മൾ മോർണിംഗ് ആവുന്നു, എന്തെങ്കിലും ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുന്നു, അത് ചിലപ്പോൾ ബൈ ആവും, സെല്ലാവും, അത് അന്നത്തെ ഒരു ദിവസം നമുക്ക് ഏതാ തോന്നുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അത് ഒന്ന് നമുക്ക് ആ ദിവസം ഒരു മണി ഇത്ര എമൗണ്ട് മേക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ടായിരുന്നു, അല്ലെങ്കിൽ ഈ മന്ത് ഇത്ര എമൗണ്ട് മേക്ക് ചെയ്യണമെന്നില്ല. അത് കംപ്ലീറ്റ്ലി തെറ്റായിരുന്നു എന്നുള്ളത് മനസ്സിലായി.